إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും നിത്യവും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 നമ്മൾ ഉള്ളത്. അതായത് അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ റമദാൻ എന്തൊരു ആനന്ദമായിരുന്നു. റമദാനിൽ നമ്മളൊക്കെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നു, ഫജ്റിന് പള്ളിയിൽ പോകും, കഴിയുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്തു, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു, മസ്ജിദുകളിൽ കഴിച്ചുകൂടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നു, നോമ്പ് തുറക്കുമ്പോണ്ടാകുന്ന സന്തോഷം, തറാവി, ചെറിയ മതവിജ്ഞാന ക്ലാസുകൾ, ദുആകൾ വർദ്ധിപ്പിച്ചു, ദിക്റുകൾ വർദ്ധിപ്പിച്ചു. എത്രമാത്രം സന്തോഷത്തിലും ആനന്ദത്തിലുമായിരുന്നു യഥാർത്ഥ വിശ്വാസികൾ. അവർക്കുണ്ടായ മാനസികമായ സമാധാനവും ശാന്തതയും അത് റമദാനിൽ അവർക്ക് ലഭിക്കുന്നത് ഒന്ന് വേറെ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ലിസായിമി ഫർഹത്ത, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തും മിൻ ഫിത്രിഹി, ഒന്ന് നോമ്പുകാരൻ നോമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഫർഹത്തുൻ മിൻ ലിഖാഇ റബ്ബി, മറ്റൊന്ന് നോമ്പുകാരൻ അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോറ്റതിന്റെ പ്രീതിയിൽ അവനെ കണ്ടുമുട്ടുന്നവരിൽ അല്ലാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യമുണ്ട്. ഒന്ന് നമ്മൾ ധാരാളം അനുഭവിച്ചതാണ്, നോമ്പ് മുറിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. രണ്ടാമത്തത് നാളെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷമാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ പറ്റി പറഞ്ഞപ്പോൾ വലിതുക്മിലുൽ ഇദ്ദ, അതായത് എണ്ണം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. വലിതുക്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ വഴി വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അവനോട് നന്ദി കാണിക്കണമെന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ വഴിയിൽ നിങ്ങൾ അവനെ പ്രകീർത്തിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയതിന്റെ വഴിയിൽ പ്രവേശിച്ചത് കൊണ്ടാണ് ഇത്തരം ആനന്ദങ്ങളിലൂടെയൊക്കെയും നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു എങ്ങാനും നമുക്ക് ഈ വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെയും വഴിപിടിച്ചു പോകുമായിരുന്നു, വ്യത്യസ്ത ചേരികളായി പോകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ മുസ്ലിമായി ജനിച്ചു എന്നത് തന്നെ അവൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹിദായത്തിന്റെ മാർഗ്ഗേണ സഞ്ചരിക്കാൻ വഴി തുറന്നു എന്നത് മറ്റൊരു അനുഗ്രഹമാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വഴി കാണിച്ചു തന്നത് അവൻ എത്രയും സ്തുതിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അതുകൊണ്ടാണ് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ പോലും സഹാബികൾ അവർ പരിധി വിട്ടില്ല. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക, അള്ളാഹു നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുണ്ട്, ബീസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസം മാത്രം അള്ളാഹുവിനെ അറിഞ്ഞ ഒരു ടീം, എത്ര മോശക്കാരാണ് അവർ. റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞൊരു വിഭാഗം. റമളാൻ പോകുന്നതോടുകൂടി പിന്നെ പള്ളിയില്ല. ഇമാമ് ചിലപ്പോൾ ഫജ്റിനൊക്കെ ചില പള്ളികളിൽ അപൂർവം ചില പള്ളികളിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരുന്നു. ചില പള്ളിയിൽ ഇമാമും ഉറങ്ങിയിട്ടുണ്ടാവും. കമ്മിറ്റിക്കാർക്ക് വലിയ ശ്രദ്ധയില്ല. കമ്മിറ്റിക്കാർ പള്ളിയിലേക്കില്ല. ഇമാം ഉറങ്ങിയതോ വന്നതോ അതറിയാനുള്ള കഴിവുമില്ല. അപ്പൊ അള്ളാഹുവിനെ റമളാനിൽ മാത്രം അറിയുന്ന ഒരു കൗമം, ആ കൗമം എത്ര മോശക്കാരാണ് എന്ന് സലഫുകളായ പണ്ഡിതന്മാർ പറയാറുണ്ടെന്ന്. സഹോദരന്മാർ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞൊരു കാര്യമുണ്ട്, അഹ്ലു ദുനിയ ഖറജു മിന ദുനിയ ഖബ്ല അൻ യതഅത്തമു അത്യബു മാ ഫീഹാ. അതെ, എല്ലാം അറിഞ്ഞു, എല്ലാം പഠിക്കാൻ വേണ്ടി നോക്കി, അള്ളാഹുവിനെ മാത്രം പഠിക്കാതെ കടന്നുപോയൊരു കൗമുണ്ടല്ലോ, അവർക്ക് ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എല്ലാം മനസ്സിലാക്കി ഒന്നും മനസ്സിലാക്കാതെ പോയൊരു വിഭാഗം എന്ന് താങ്കൾ പറഞ്ഞത് ഏതാണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ അറിയുന്ന പ്രകാരം അറിയാതെ പോയി എന്നാണ്. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, ജോലിയിലെ പ്രതിപണരായിരിക്കും, ഏതൊക്കെ മേഖലകളിൽ വ്യത്യസ്ത രീതിയിൽ കഴിവുകൾ തെളിയിക്കപ്പെട്ടവരായിരിക്കും, തെളിയിച്ചവരായിരിക്കും. പക്ഷെ ലോകങ്ങളുടെ നാദനം മാത്രം പറഞ്ഞ് അവനെന്നുള്ള മാധുര്യവും ആനന്ദവും അനുഭവിക്കാൻ ഭാഗ്യം കെട്ട ആൾക്കാർ, അങ്ങനെ ജീവിതം കഴിഞ്ഞു പോയ ആൾക്കാർ അവർ ഇത്ര മോശക്കാരാണ് എന്ന് സൽഫുകളായ പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരന്മാരെ, അടിസ്ഥാനപരമായ അവസാന പത്രികയുടെ പോകുമ്പോൾ അള്ളാഹുവിനെ അറിയുന്ന മുറപ്രകാരം അറിയുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, പകലിനെ രാത്രിയും രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിച്ചവൻ അവനാരാണ്? ദാലിക്കുമുല്ലാഹ്, അവനാണ് നിങ്ങൾ അല്ലാഹ് എന്ന് പറയുന്നത്. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക്, അവനാണ് നമ്മുടെ ഉടമസ്ഥാധികാരമുള്ളവൻ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈ, അവനാണ് നിങ്ങളുടെ അല്ലാഹ്, നിങ്ങളുടെ റബ്ബ്, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. ഖുൽ മൻ യർസുഖു മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ. അതേ, ആകാശത്ത് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ, നിങ്ങളിൽ നിന്ന് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ, നിങ്ങൾക്ക് കേൾവിശക്തി നൽകിയവൻ, നിങ്ങൾക്ക് കാഴ്ചശക്തി നൽകിയവൻ, സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവനാരാണ്? അവനാണ് യഥാർത്ഥ റബ്ബ് എന്നുള്ള അറിവാണ് നമ്മൾ നയിക്കേണ്ടത്. നമ്മുടെ രക്തധമനികളിലെ രക്തം സഞ്ചരിക്കുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ തലച്ചോറിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകുന്നത്, എന്റെ ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും പ്രഷറിന്റെയും അളവൊക്കെ നിയന്ത്രിക്കുന്നത് അത് എന്റെ കഴിവല്ല. അതിനൊക്കെ നിയന്ത്രിക്കുന്ന ലോകങ്ങളുടെ സൃഷ്ടാവിന്റെ ഒരു മഹത്തായ കഴിവ് എന്റെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന മഹത്തായ അറിവ്, ആ അറിവ് നമ്മൾ അറിഞ്ഞവരാണ്. ഒപ്പം സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കുറിച്ച് അറിയണം എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹു യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു മരിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അല്ലാഹുവിനെ പറ്റി അറിഞ്ഞവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി അറിഞ്ഞ് മരിച്ചു പോയ ആൾക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഉടമസ്ഥൻ അല്ലാഹു ആണെന്ന് നമ്മൾ പറയും, എന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹു ആണ് എന്ന് പറയും, എന്നെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണ് എന്ന് പറയും. എന്നാൽ എന്റെ ഇബാദത്താദി കർമ്മങ്ങൾ സകലതും അല്ലാഹുവിനെ മാത്രം പരിമിതമാക്കണമെന്ന ആ പരിമിതപ്പെടുത്തൽ നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ടോ? എന്റെ ദുആ അല്ലാഹുവിനെ മാത്രമാക്കണം, എന്റെ ഇസ്തിഗാസ അല്ലാഹുവിനെ മാത്രമാക്കണം, എന്റെ ഇസ്തിആന അല്ലാഹുവിനെ മാത്രമാക്കണം, എന്റെ അഭയതട്ടം, എന്റെ പ്രതീക്ഷ, എന്റെ പേടി, എന്റെ വരവേൽപ്പിക്കൽ, എന്റെ ആഗ്രഹം, എന്റെ ഭക്തി, എന്റെ ഭീതി, താഴ്മ, നേർച്ച, ബലികർമ്മം അല്ലാഹുവിനെ മാത്രമാക്കണമെന്ന ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകാറുണ്ടോ? എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹുവാണ്, എന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, എന്നെ നിയന്ത്രിച്ചവൻ അല്ലാഹുവാണ്. എന്നാൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുക എന്ന അടിസ്ഥാനപരമായ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നാഫിയൻ ജമീഅമായി യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അത് നിഷേധിച്ചു.
ഇല്ലല്ലാഹ് മുസ്ബിതൻ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു ഫീ ഇബാദതി. അതെ, എന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭയത്വവും എന്റെ പ്രതീക്ഷയും എന്റെ പേടിയും എന്റെ വരവേൽപ്പിക്കലും എന്റെ ആഗ്രഹവും എന്റെ ഭക്തിയും എന്റെ ഭീതിയും എന്റെ താഴ്മയും ആ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന ദൃഢമായ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. സഹോദരന്മാരത് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഉ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി എങ്ങനെയാണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നവരാണ് നമ്മൾ. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നവരാണ് നമ്മൾ. എങ്കിൽ സഹോദരന്മാരാ, സാക്ഷ്യത്വം എവിടെയാണ്? നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിലുണ്ടോ? നമ്മുടെ കുട്ടികളോടുള്ള ഇടപാടിലുണ്ടോ? നമ്മുടെ ഭർത്താവുമായിട്ടുള്ള സ്വഭാവ മര്യാദകളിലുണ്ടോ? നമ്മുടെ ആരാധനകളിലുണ്ടോ? ആരാധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ മാത്രമേ ഞാൻ നിസ്കരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിയ പോലെ മാത്രമേ ഞാൻ നോമ്പ് നോക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്ത പോലെ ഞാൻ ഉംറ ചെയ്യുകയുള്ളൂ എന്നുള്ള നിഷ്കർഷത നമുക്കുണ്ടോ? നമ്മുടെ പെരുമാറ്റങ്ങളിലുണ്ടോ? നമ്മുടെ ക്രയവിനിയോഗങ്ങളിലുണ്ടോ? നമ്മുടെ നിലപാടുകളിലുണ്ടോ? നമ്മുടെ സഹവർത്തിത്വ മര്യാദകളിലുണ്ടോ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുഅതാ ബിഇദ്നില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചിട്ടില്ല അനുസരിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൊണ്ടുവന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപാടുകൾ എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അത് പരിപൂർണമായ രീതിയിൽ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണ്. വലിയ വീടുണ്ടാവാം, നല്ല ജോലി ഉണ്ടാവാം, പക്ഷെ നിസ്കാര തഴവുണ്ടാവാം, പക്ഷെ ഒരു വിനയവുമില്ലാത്ത സ്വഭാവ മര്യാദകൾ, നിസ്കാരവും നോമ്പും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ സ്വഭാവം വളരെ മോശമാണ്. പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി അനുസരിച്ച് അദ്ദേഹത്തെ അനുധാവനം ചെയ്തതുവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല സഹോദരന്മാരെ, ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ ഉണ്ടാകും, പല രോഗങ്ങളുണ്ടാകും, പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. മകൾക്ക് ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, ജോലി നഷ്ടമുണ്ടാകും, സ്വന്തമായി വീട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഏത് പരീക്ഷണങ്ങൾ നമ്മളെ തേണ്ടിയാലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഫഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണ്, ലോകങ്ങളുടെ സൃഷ്ടാവിൽ ബലമേൽപ്പിക്കുന്നവരാണ്, എന്റെ ഉടമസ്ഥനിൽ ബലമേൽപ്പിക്കുന്നവരാണ്, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ബലമേൽപ്പിക്കുന്നവരാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ബലമേൽപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ ആരാധന കർമ്മങ്ങൾക്കും മാധുര്യമുള്ളതായി തീർന്നു. അതുകൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ നിന്നെ നമ്മൾ ഏകനാക്കുന്നു, നിന്നെയാണ് നാം ഭയക്കുന്നത്, നിന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. നീ അല്ലാതെ ഈ രൂപത്തിൽ പ്രതീക്ഷിക്കാനോ ഭയക്കാനോ അതുപോലെ തന്നെ അതുപോലെ പരമേൽപ്പിക്കപ്പെടാനോ മറ്റൊരു സൃഷ്ടാവുമില്ല എന്ന ദൃഢമായ പ്രഖ്യാപനമാണ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്ക് ഒരു പരിധി വരെ നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ നിർഭയത്വത്തിലാണ്. എന്നാൽ പലസ്തീനിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ബർമയിൽ നിന്ന് മുസ്ലിങ്ങളെ തന്നെ ഇല്ലാതാക്കിയ അവസ്ഥകൾ ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീലങ്ക പോലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ഏറ്റ പീഡനങ്ങൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഇറാനിലൊക്കെ സംഭവിക്കുന്ന, ഗൾഫ് മേഖലയിലൊക്കെ സംഭവിക്കുന്ന അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മുഖാന്തരമുള്ള ഒരു പ്രാർത്ഥനാ മനസ്സ് നമുക്കുണ്ടാകാറുണ്ടോ? യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, അഹസിബന്നാസു അയ്യുത്രകൂ അയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ.
അതേ വിശ്വാസികളാണ് എന്നതിന്റെ പേരിൽ അവർ പരീക്ഷിക്കപ്പെടാതെ അവർ പുറഞ്ഞേക്ക് പോകുമോ? അവരങ്ങനെ വിട്ടേച്ച് പോകുമോ? മുൻഗാമികൾക്കും നാം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളാരാണ്? സത്യം പറയുന്നവരാരാണ്? യഥാർത്ഥത്തിൽ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാരാണ്? അല്ല അവസരവാദികളായ ചാരന്മാരാരാണ്? ആരാണ് ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്നത്? ആരാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റമദാനിൽ നമ്മൾ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ സാമ റമദാന ഈമാനൻ വഹിത്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ഈമാനോട് കൂടി നോമ്പ് നോറ്റാൽ, ഇഹ്തിസാബോട് കൂടി നോമ്പ് നോറ്റാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുമെന്നാണ്. ആദ്യം വേണ്ടത് എന്താണ്? ഈമാനാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ യഥാർത്ഥ വിധമാകാതെ, യഥാർത്ഥ രൂപത്തിലാകാതെ നമ്മുടെ ഇബാദത്താദി കർമ്മങ്ങൾ പൊളിഞ്ഞു പോക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവസാനത്തെ പത്തിലുള്ള നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ ആ അടിമ വിനയാനിതനാണ് ചെയ്യുന്നത്. ധാരാളമായി പ്രാർത്ഥിക്കുന്നു, കൈകൾ ഉയർത്തുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നോറും അള്ളാഹുവിന്റെ അടുക്കൽ അവൻ പ്രിയപ്പെട്ടവനായി തീരുകയും അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ വിനയത്വം കൂടുതൽ വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റമദാനെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി കരീം ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകും. ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകും. സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്കാര ശേഷം നടത്തപ്പെടുന്ന ഒരു കൂട്ടുപ്രാർത്ഥന എന്ന രീതിയിൽ ഒതുങ്ങിപ്പോവുകയാണോ മുസ്ലിം ഉമ്മത്തിന്റെ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥനയുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലുള്ള നന്മകൾ നീ നമുക്ക് നൽകണമേ, പരലോകത്തുള്ള നന്മകൾ നീ നമുക്ക് നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇതെങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ തെറ്റിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള മഹാനായ പ്രവാചകൻ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, ഹൃദയങ്ങളെ തെറ്റിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ ഇതന്നെയാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം. അവൻ ഉദ്ദേശിക്കുന്നവരെ തെറ്റിക്കുന്നു, ഉദ്ദേശിക്കുന്നവരെ നിലനിർത്തുന്നു എന്ന മറുപടിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, നാം ഉത്തരം നൽകും, ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നോട് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ അവൻ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത്, എന്നോട് ദുആ ഇരക്കാത്തവൻ മുതകബ്ബിറാണ് എന്നാണ്, അവൻ അഹങ്കാരിയാണെന്നാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്റെ ഇബാദത്തിൽ അഹങ്കാരം കാണിക്കുന്നവൻ, ആ ഇബാദത്ത് എന്താണ്? അത് ദുആയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഅക്കും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലി
നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആയിരിക്കുന്നില്ലെങ്കിൽ എന്ത് പരിഗണനയാണ് അവൻ നിങ്ങൾക്ക് നൽകേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആയിരുന്നില്ല, അവൻ എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത്? എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? ഏത് രൂപത്തിലാണ് നിങ്ങളെ ഗൗനിക്കേണ്ടത്? ഏത് രൂപത്തിലാണ് നിങ്ങളെ പ്രത്യേകമാക്കേണ്ടത്? കാരണം എന്തേ? നിങ്ങൾ കളവാക്കി കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അല്ലാഹു നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഈ കർമ്മങ്ങളിലുള്ള ദുആകൾക്കപ്പുറം നമ്മളിൽ നിന്ന് പ്രത്യേകമായ ദുആകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്, നിങ്ങൾ അവനെ കളവാക്കി കളഞ്ഞു. നിങ്ങൾ എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ധാരാളമായി പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഞാൻ നിന്നോട് തഖ്വ ചോദിക്കുന്നു, അതുപോലെ തന്നെ സ്വയം പര്യാപ്തത ചോദിക്കുന്നു, അതുപോലെ തന്നെ മറ്റു വഴികേടുകൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കി റമദാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഏതെല്ലാ സമയത്തും അല്ലാഹുവിലേക്ക് തേടുന്ന രീതിയിൽ ഓരോ സെക്കൻഡുകളെയും മിനിറ്റുകളെയും പരിവർത്തിക്കുന്നടിയിൽ നമ്മൾ മാറ്റി തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വസിച്ചവരെ, ഇസ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂ ബുക്റതൻ വഅസീല വസബ്ബിഹൂ ബുക്റതൻ വഅസീല. ഏ വിശ്വസിച്ചവരെ, നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ ഓർക്കണം കേട്ടോ, ധാരാളമായി അല്ലാഹുവിനെ സിക്ർ ചെയ്യണം. വസബ്ബിഹൂ ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കണം, അല്ലാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വസ്കുർ റബ്ബക ഫീ നഫ്സിക തദറുൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഖുദുബി വൽ ആസാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ രഹസ്യമായും താഴ്മയോടുകൂടിയും അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനെ ഓർക്കണം. അതേ ഒച്ചത്തിൽ ചെല്ലേണ്ടതില്ല, ജനങ്ങൾ കേൾക്കുമ്പോൾ അത് ആ രൂപത്തിൽ നിങ്ങൾ ചെല്ലേണ്ടതില്ല. നിങ്ങൾ പതുക്കെ സാവകാശമാക്കി രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സിക്ർ ചെയ്യുക. വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോകരുത്, നിങ്ങൾ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോകരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്നത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യന്മാരിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുബസിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിടുകളുണ്ട്, അതുകൊണ്ട് അവർക്ക് കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല, ബൽഹും അദൽ, മൃഗങ്ങളെ കാട്ടി കെട്ടവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധാലുക്കളാണ്, അവർ അശ്രദ്ധാലുക്കളാണ്. എന്ന് പറഞ്ഞാൽ സിക്റുകൾ ചെയ്യാത്തൊരു ഹൃദയം, അല്ലാഹുവിനെ ഓർക്കാത്തൊരു ഹൃദയം, അല്ലാഹുവിനെ സദ്വീചില്ലാത്ത ഒരു മനസ്സ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫസ്കുറൂനി അസ്കുർക്കും, നിങ്ങൾ എനിക്ക് സിക്ർ ചെയ്യണം, എന്നെ നിങ്ങൾ ഓർക്കണം, അപ്പോൾ ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് ഔന്നത്യമുണ്ട്, ഐശ്വര്യമുണ്ട്, ഓക്കെ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വസ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, എന്നോട് നന്ദി കേട് കാണിക്കാൻ വേണ്ടി പാടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഒരു ഹൃദയത്തിന് ശാന്തത വേണോ, സമാധാനം വേണോ? ചിലർക്ക് നല്ല ഭാര്യ ഉണ്ടാവും, വീടുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, എന്നാൽ മനസ്സെപ്പോഴും ഒരു വിഷാദത്തിലായിരിക്കും, ഒരുതരം മൂഢനിലയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹൃദയത്തിന് ശാന്തത വേണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ സിക്ർ ചെയ്യുന്നതിലൂടെ മാത്രമാണ് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്ക് ശാന്തത വരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റുകൾ പതിവാക്കുക. ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഇത്തരം ദിക്റുകൾക്ക് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ, അദ്ദേഹം ഒരു മനുഷ്യനെ കാണുവാനിടയായി.
ഒരു പൊട്ടി റൊട്ടികളൊക്കെ ഇങ്ങനെ കുഴക്കുന്ന, പൊറോട്ടൊക്കെ ചുടുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ഇമാം അഹ്മദ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നിങ്ങൾ എന്താണ് അവസ്ഥ? നിങ്ങൾ എന്താണ് ഒരു ജോലിയിൽ എന്തൊരു നൈപുണ്യമാണ് നിങ്ങൾക്ക്? എന്താണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ജീവിതത്തിൽ മറ്റൊരു പ്രശ്നവും ഒരു പ്രയാസമൊന്നും എനിക്കില്ല. പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, ഇമാം അഹ്മദ് അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷം. അദ്ദേഹത്തെ പോയിട്ടൊന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, അത് ഞാനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സിക്റുകൾ പതിവാക്കിയാൽ, തസ്ബീഹുകൾ പതിവാക്കിയാൽ, അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ നീങ്ങാനായിരിക്കാം, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമായിരിക്കാം. ആ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുകയും അദ്ദേഹം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അദ്ദേഹം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ സിക്റുകൾ പതിവാക്കിക്കൊണ്ടേയിരിക്കുക ഇനിയുള്ള ദിവസങ്ങൾ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. അടുക്കളയിൽ ജോലി ചെയ്ത് നിപുണനായ അല്ലെങ്കിൽ തിരക്ക് പിടിച്ചിരുന്ന ഒരു സഹോദരി, അവർക്ക് ഏത് സമയത്തും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സിക്റുകൾ ചൊല്ലാം. നടന്നു പോകുന്നു, ഒരു അങ്ങാടിയിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയൊക്കെയുള്ള സിക്റുകൾ ചൊല്ലുന്നത് മഹത്തായ പുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അവസാനത്തെ 10 ദിവസങ്ങൾ നീങ്ങുമ്പോൾ, സെക്കൻഡുകൾ നീങ്ങുമ്പോൾ അതിനെ ഗൗരവത്തോടെ വീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ 10 പ്രത്യേകമായ ഓഫർ നൽകിയ മഹത്തായ ഒരു സംഗതിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒറ്റയായ രാവുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് താങ്കൾക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അത് 1000 മാസത്തേക്കാൾ പുണ്യകരമായ സംഗതിയാണ്. ഒരു രാത്രി, ഒറ്റ രാത്രി, ആ രാത്രി എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ പുണ്യകരമായ, പുണ്യമുള്ള, മഹത്തരമേറിയ രാത്രിയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്നത്തെ ദിവസം മലക്കുകളും റൂഹും ആത്മാവും ജിബ്രീലും അല്ലാഹുവിന്റെ അനുമതിയോട് കൂടി മുഴുവൻ കാര്യങ്ങളും ഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രബോധോദയം വരെ അത് സമാധാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ലൈലത്തുൽ ഖദറിന്റെ രാവുകളെ അത് സജീവമാക്കണം. അതിൽ 27-ാം രാവ് പ്രത്യേകമാക്കപ്പെട്ട രീതിയിൽ വന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തരത്തിലും സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഹദീസുകൾ ശ്രദ്ധിച്ചാൽ നമ്മളെ അത്ഭുത ചിത്തരാക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് 21-ാം രാവിലാണ്, ചിലപ്പോൾ വിചാരിക്കും 23-ാം രാവിലാണ്, ചില വാക്കുകൾ വിചാരിക്കും അത് 25-ാം രാവിലാന്ന് വിചാരിക്കും, ചില വാക്കുകൾ കേട്ടാൽ വിചാരിക്കും അത് 27-ാം രാവിലാണ്, ചില ഹദീസുകൾ കേട്ടാൽ വിചാരിക്കും അത് 29-നാണെന്ന് വിചാരിക്കും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം എന്ന് പറഞ്ഞത്. അവസാനത്തെ 10 അത് നിങ്ങൾ പ്രതീക്ഷിക്കാം. എങ്ങനെ? ലൈലത്തുൽ ഖദ്രി ഫീ താസിയത്തിൻ തുബ്ക, ഫീ സാബിയത്തിൻ തുബ്ക, ഫീ ഖാമിസത്തിൻ തുബ്ക. അവശേഷിക്കുന്ന 9-ാം രാവിലുണ്ടാവാം, അവശേഷിക്കുന്ന 7-ാം രാവിലുണ്ടാവാം, അവശേഷിക്കുന്ന 5-ാം രാവിലുണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞില്ല ഹിയ ഫിൽ അശ്ർ, അത് അവസാനത്തെ 10-ലാണ്. ഹിയ ഫീ തിസിയ മദീന, മുന്നോട്ടുള്ള 9-ാം രാവിലുണ്ടാവാം, 29-ാം രാവിലുണ്ടാവാം, പിന്നോട്ടുള്ള 7-ാം രാവിലുണ്ടാവാം, 23-ാം രാവിലുണ്ടാകാം. ലൈലത്തുൽ ഖദ്ർ
ഖദർ, ലൈലത്തുൽ ഖദർ, ഇങ്ങനെയുള്ള ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. തഹററു ലൈലത്തുൽ ഖദ്രി ഫീൽ വിത്രി മിൻ അശ്റിൽ അവാഖിർ. അതേ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒറ്റയാക്കപ്പെടുന്ന ഏതൊക്കെ രാവുകളുണ്ടോ, 21-ന്റെയും 23-ന്റെയും 25-ന്റെയും 27-ന്റെയും 29-ന്റെയും രാവുകൾ, അതിനെ സജീവമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക ദിവസം പള്ളികൾ സജീവമാക്കാൻ എന്ന രീതി അത് ഇസ്ലാമിൽ പരിചിതമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചിതമല്ല, സഹാബികൾക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ ഒറ്റയാക്കപ്പെടുന്ന ദിവസങ്ങൾ അതിൽ സജീവത കാണിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ഇബാദത്തുകൾക്കും ശക്തിപ്പെടുത്തേണ്ട അവസാനത്തെ 10 ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാണാം, ഇദാ ദഖല അശ്റു ഹയ്യാലൈൻ വൈകദ അഹ്ലഹു വജദ വശദ്ദൽ ബഅസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 രാത്രി ജീവിക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും അരിയുടൊപ്പം മുറക്കി ആരാധനയ്ക്ക് കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതിപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവസാനത്തെ 10 പ്രത്യേകമായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുവേ നീ അത്യധികം മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതിനായി എനിക്ക് നീ മാപ്പ് നൽകണമേ, ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ ധാരാളമായി മാപ്പ് നൽകുന്നവനാണ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്നാര് പ്രാർത്ഥിക്കുകയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ എഴുത്തിക്കാഫിന് ഇരിക്കാൻ വേണ്ടി പറ്റുന്നവരൊക്കെ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ വന്നതല്ല, ഇസ്ലാമിക സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ രീതിയിൽ വന്നതല്ല. മുൻകാല സമൂഹങ്ങളിൽ തന്നെ എഴുത്തിക്കാഫ് ഉണ്ടതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു കരാർ വാങ്ങി. എന്താ കരാർ അറിയോ? ആ പള്ളി വൃത്തിയാക്കണം. നമ്മൾ ശ്രദ്ധിക്കണ്ട, റമളാൻ വരുമ്പോൾ പള്ളി വൃത്തിയാക്കുന്നില്ലേ? പള്ളി വൃത്തിയാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എഴുത്തിക്കാഫിരിക്കുന്നതിനും അതുപോലെ തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്കും പ്രവേശിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താക്കണം? പള്ളികൾ വൃത്തിയാക്കണം. അവിടെ എവിടെയാണ് ഉപയോഗിച്ച പദം? എഴുത്തിക്കാഫിരിക്കുന്നവർക്കാണ്. മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സജീവമാക്കുക. എഴുത്തിക്കാഫിരിക്കാൻ പറ്റുന്നവർ, ഇനി വേറെ നിങ്ങൾ കാരണം കൊണ്ട് സാധിക്കാത്തവർ നിർബന്ധം എന്ന ഹുക്കുമില്ല പറയുന്നത്, അത് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ ഫിത്ർ സക്കാത്ത് ഒരു സാഗ് എന്ന് പറഞ്ഞാൽ അത് 2 കിലോ എണ്ണ പണ്ഡിതന്മാരുണ്ട്. 2 കിലോ മുതൽ 2,800 2,900 വരെ പോകും. 4 മുദ്ദാണ്. ഇപ്പൊ അരി നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷണ സാമഗ്രികളിൽ നിന്ന്, അരിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കോരിനാണ് മുദ്ദ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 4 മുദ്ദാണ് ഒരു സാഗ്. ഈ 4 മുദ്ദ് ഓരോരാളുടെ കൈപ്രകാരം വ്യത്യാസമുണ്ടാവാം. എന്റെ കൈ പോലെ ആയിരിക്കില്ല നിങ്ങളെ കൈ. അപ്പൊ ആ കോരുന്നതിന് മാറ്റമുണ്ടാവും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ 2 കിലോ മുതൽ 2,800 വരെ അതിന് എണ്ണിയിട്ടുള്ളത്. അത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ്. നമ്മുടെ വീട്ടിൽ അന്ന് ജനിച്ച കുഞ്ഞുണ്ടോ, ആ കുഞ്ഞിനും പോലും ഫിത്ർ സക്കാത്ത് ബാധകമാണ്. കൊടുത്തു വിട്ടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ സഹോദരികളെ, പെരുന്നാൾ നിസ്കാരം ഒരു നിസ്കാരം ഒഴിച്ച് മറ്റുള്ളതൊക്കെയും മുസല്ലിയിൽ വെച്ചിട്ടാണ് സംഘടിപ്പിച്ചിരുന്നത്. ഈദ്ഗാഹിൽ വെച്ചിട്ടാണ്, പള്ളിയിലല്ല. കനത്ത മഴ, ഓരിച്ചെരിയുന്ന മഴ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ചളി കെട്ടിയ ഒരു അവസ്ഥയിൽ മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചിട്ട് ഈദ് നിസ്കാരം നിർവഹിച്ചത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റുള്ള സമയങ്ങളിലൊക്കെയും മൈതാനത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചത്. ആർത്തവകാരിയായ സ്ത്രീകളോട് അവിടെ വന്നിട്ട് ഖുതുബ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. ആർത്തവകാരിയായ സ്ത്രീകളോട്, നമ്മുടെ പെൺകുട്ടികളിൽ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ മൈതാനത്തേക്ക് വരട്ടെ, അവർ ഖുതുബ ശ്രദ്ധിച്ചോട്ടെ, നിസ്കാര സമയത്ത് അവർ മാറി അവിടെ ഇരുന്നോട്ടെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. സഹോദരന്മാരെ, ഇവിടെയും ഈദ്ഗാഹ് 1:30 മണിക്കാണ്. നിങ്ങൾ എല്ലാവരും അതിന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരെയും കുട്ടികളെയും സഹോദരിമാരെയും എല്ലാവരെയും കൊണ്ടുവരണം. ഇത്തരം പഠന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം മുസല്ലകളിലും മസ്ജിദുകളിലും കുട്ടികളെ
നബിയുടെ സാന്നിധ്യം ഉണ്ടാകണം. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഏതായാലും റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വറഗിമാൻ ഫുറജുലും ദഖല അലി റമദാൻ സുബ്ഹാൻ സഹ ഖബല അൻ യുഗ്ഫറല. റമദാൻ ഒരാളിലേക്ക് വന്നു, റമദാൻ അയാളിൽ നിന്ന് പോയി, എന്നിട്ട് പുറത്തു കൊടുക്കാത്തവന് നാശമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും തസ്ബീഹ് ചെയ്തുകൊണ്ട് ദുആയിരുന്നു കൊണ്ടും മറ്റ് ആരാധനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അല്ലാഹുവിലേക്ക് താണുകേണ്ട് മടങ്ങാനുള്ള പരിശ്രമമായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ആ ദുആയ വർദ്ധിപ്പിക്കുക. അല്ലാഹു എല്ലാവിധ തൗഫീഖുകളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ റമദാൻ ഒരാളിൽ പ്രവേശിച്ചു, എന്നിട്ട് റമദാൻ അയാളിന് നീങ്ങിപ്പോയി, പുറത്തു കൊടുക്കാത്ത മഹാദുർഭാഗ്യങ്ങളിൽ അല്ലാഹുവേ നമ്മളാരെയും നീ ഉൾപ്പെടുത്തല്ലേ. അല്ലാഹുവേ റമദാൻ നമ്മളിലേക്ക് പ്രവേശിച്ച് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ നിന്ന് പാപങ്ങളൊന്നും ബാക്കിയാകാത്ത രീതിയിൽ പൊറുക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസിനികളായും നമ്മളെവരെയും മാറ്റണമേ. അല്ലാഹുവേ സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ, പോർച്ചുപൊട്ടും പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.